ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ച് നമ്മൾ തുടരുകയാണ്. റിപ്പോർട്ടർ സ്പീച്ച് നമ്മളിപ്പോൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് കണ്ടു. ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ്, ഇൻ്ററഗേറ്റീവ് മീൻസ് ക്വസ്റ്റ്യൻസ് രണ്ട് തരമുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻ. അതുപോലെ മൂന്നാമത്തെ നമ്മൾ കണ്ടു ഇമ്പരേറ്റീവ്സ്. ഇമ്പരേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ്, ഓർഡേഴ്സ്, പ്രേയേഴ്സ്, polite statements. These are all imperatives, okay, orders and so on. Okay, now the fourth type of sentence that we are going to see, exclamations. Exclamations എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, നമ്മുടെ വികാരങ്ങളുടെ ഒരു പിന്നെ നമ്മളുടെ ഔട്ട് ബസ്റ്റ് എന്ന് പറയുന്നത്. വികാരങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുക, അതിനാണ് നമ്മൾ എന്തൊരു മഴ എന്ന് പറയുന്നത്. അതൊക്കെയാണ് എക്സ്ക്ലമേഷൻ. എന്തൊരു ഭീകര സംഭവം, ഇങ്ങനെയൊക്കെ പറയുന്നതാണ് എക്സ്ക്ലമേഷൻ. നിങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലാക്കുന്നത്? റിപ്പോർട്ട് സ്പീച്ചിലാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആക്കുന്ന പോലെ തന്നെയാണ്. കൺജങ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ദാറ്റാണ്, ദാറ്റ്. പക്ഷേ നമ്മൾ ചില വ്യത്യാസമൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഹൗ ക്ലവർ ആർ യു, നമ്മൾ ഹീ ഈസ് വെരി ക്ലവർ, അങ്ങനെ അതിന് മാറ്റിയെടുക്കണം. പക്ഷേ അതിനകത്ത് എമോഷൻ ഉണ്ടല്ലോ, പറയുന്ന എമോഷൻ, സെൻറ്റൻസ് പറയുന്നൊരു എമോഷൻ ഉണ്ടല്ലോ, വികാരം. ആ വികാരത്തിൻ്റെ തവൽ അവിടെ കാണുകയും ചെയ്യണം. ആ രീതിയിലായിരിക്കണം നമ്മൾ ഇത് മാറ്റണം. ഇപ്പം ഹൗ ബ്യൂട്ടിഫുൾ ഹെലൻ ഈസ്. ഹെലനെ അറിയാലോ, നമ്മുടെ ഹെലൻ ഓഫ് ട്രോയ് നമ്മുടെ ഹെലൻ ഓഫ് ട്രോയ് വാസ് വെരി ബ്യൂട്ടിഫുൾ. മനസ്സിലായി? അങ്ങനെ നമ്മളതിനെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ടാണ് നമ്മളത് റിപ്പോർട്ടർ സ്പീച്ച് ആക്കുന്നത്. എക്സാമ്പിൾസ് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. വേറെ ഒന്നും ചെയ്യാനില്ല, സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ. പക്ഷേ അതിനെ ഒന്ന് മാറ്റിയെടുക്കണം. ഹി സെഡ് ഹൗ ബ്യൂട്ടിഫുൾ യു ആർ. ഹി എക്സ്ക്ലൈംഡ് ദാറ്റ്. കണ്ടോ? അപ്പം ആ റിപ്പോർട്ടിംഗ് വെർബ് ഉണ്ടല്ലോ, സെഡ്, അതിന് പകരം നമ്മൾ ആ സെൻറ്റൻസിൽ വരുന്ന എമോഷൻ, ആ വികാര തളൽ, അതിനെ പ്രതിഫലിപ്പിക്കാനായിട്ടൊരു വാക്ക് ഉപയോഗിക്കണം. അതാണ് ഹി എക്സ്ക്ലൈംഡ് ദാറ്റ്. അതായത് സെഡല്ല, ഹി എക്സ്ക്ലൈംഡ് ദാറ്റ് ഷി വാസ് വെരി ബ്യൂട്ടിഫുൾ. ഹൗ ബ്യൂട്ടിഫുൾ എന്നുള്ളത് നമ്മൾ വെരി ബ്യൂട്ടിഫുൾ എന്നാക്കി. രണ്ടാമത്തെ ഉണ്ടോ, ഹി സെഡ് വാട്ട് എ ത്രില്ലിംഗ് സ്റ്റോറി. ഇൻ ഹിസ് ഗ്രേറ്റ് അപ്രീസിയേഷൻ he said that the story was very thrilling. In his great appreciation, അതവിടെ തന്നിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രേസ് അല്ലെങ്കിൽ വാക്കുകൾ ചേർക്കണം. എന്നാലല്ല വികാരങ്ങളെ കാണിക്കണം. എന്താ പറയുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ, അതിനെ കൂടെ കാണിക്കണം. In his great appreciation he exclaimed that the story was very thrilling. മനസ്സിലായില്ല? ഇനി അതല്ല, ഓ ഗോഡ് സേവ് മീ, ഐ ആം ഡൈയിങ്, ഹി ക്രൈഡ് ഔട്ട് ഇൻ അട്ടർ ഡിസ്പെയർ. അതാണ് ആ എക്സ്പ്ലനേഷൻ മാർക്കൊക്കെ മാറ്റണം, അത് നമുക്കറിയാമല്ലോ. ഹി ക്രൈഡ് ഔട്ട് ഇൻ അട്ടർ ഡിസ്പെയർ. അട്ടർ ഡിസ്പെയർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? തകർന്ന് തരിപ്പണമായി, ദൈവമേ എന്നെ രക്ഷിക്കണം. അപ്പം ആ ഒരു അർത്ഥം നമ്മൾ വരത്തക്ക രീതിയിൽ വേണം നമ്മളിത് റിയലൈറ്റ് ചെയ്യാൻ. സംഗതി അത് തന്നെ, പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഒക്കെ വേണം. എങ്ങനെയാണ് ആ വികാരം, ഒരു തകർന്ന് തരിപ്പണമായി കിടക്കുന്ന മനുഷ്യൻ്റെ ഒരു വികാരം എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അതാണ് നമ്മൾ വായിച്ചു നോക്കി, ഇത് നോക്കി. ഇൻ ഹിസ് അട്ടർ ഡിസ്പെയർ he cried out to God and prayed to him to save him. In his utter despair. അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇച്ചിരി സ്ഥലമൊക്കെ ഇങ്ങോട്ട് മാറ്റി ഒന്ന് ശാലൊന്ന് മിനുക്കി എഴുതണം. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ എക്സ്ക്ലമേഷൻസിനെ നമുക്ക് റിപ്പോർട്ടർ സ്പീച്ചിലാക്കാൻ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് പോലെ തന്നെ, പക്ഷേ നമ്മൾ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ ആക്കി അറ്റ് ദ സെയിം ടൈം. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ആക്കുമ്പം വികാരം, അങ്ങനെ എമോഷൻസ് ഒന്നും കളയുകയും ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇതിന് അടുത്ത് ലാസ്റ്റ്
The king burst out in terrible rage. Rage എന്ന് പറയാൻ ഭയങ്കര അരിശം. എന്താണ് പറയാൻ? What a traitor you are! നീ എന്തൊരു ട്രൈറ്റർ, വഞ്ചകൻ, എന്നെ ഒറ്റിക്കൊടുത്തവൻ. നീ എന്നെ ഒറ്റിക്കൊടുത്തില്ലേ, അരിശമല്ല അതിനകത്ത് വരുന്നത്. അപ്പം നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലായിരുന്നു നോക്കണേ. The king burst out in his terrible rage. The king burst out at his minister and shouted at the top of his voice that his minister was the worst traitor. നമ്മളത് റീറൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. നമ്മൾ ആ സെൻറ്റൻസിലുള്ള എല്ലാ കാര്യവും നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലും കൊണ്ടുവന്നു. അപ്പം അത് ആ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ വാക്കുകൾ തന്നെ ഉപയോഗിച്ചാൽ മതി. പക്ഷെ അത് ഒരു വേറെ രീതിയിലൊക്കെ ആക്കി ഞാൻ കുറേ എക്സർസൈസുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഒന്നാന്തരം ഗ്രാമർ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഏത് ഇമ്പോർട്ടൻസ് സ്പീച്ച് ബേസിക്കായിട്ട് സംഗതി ഇത്രയേ ഉള്ളൂ. പിന്നെ വെറൈറ്റി ഓഫ് എക്സർസൈസസ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ മാസ്റ്ററാവും. നിങ്ങൾ മാസ്റ്ററാകാൻ ശ്രമിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.